Today let us discuss about the reaction of alcohols with the halogen acids. The alcohols can be converted into corresponding alkyl halides by the reaction with the halogen acids. Then what are halogen acids? Halogen acids എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HX എന്ന് നമുക്ക് ജനറലി പറയാം. ദറ്റ് ഈസ് HCl, HBr, HI ഇവരെല്ലാമാണ് ഹാലജൻ ആസിഡ്സ് എന്ന് പറയുന്നത്. സോ ഹാലജൻ ആസിഡ്സുമായിട്ട് ആൽക്കഹോൾസ് റിയാക്ട് ചെയ്ത് ആൽക്കഹോൾസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലിഡ്സ്. ഹാലജൻ ആസിഡ്സുമായിട്ട് ആൽക്കഹോൾസ് റിയാക്ട് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലിഡ്സ് ഫോം ചെയ്യുന്നു. ആൻഡ് ഈ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ഓർ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എക്സെട്ര. The use of dehydrating agent like anhydrous zinc chloride or concentrated sulfuric acid being used sometimes to facilitate the reaction. റിയാക്ഷനെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിങ്ക് ക്ലോറൈഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പോലെയുള്ള റിയേജൻസ് യൂസ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ദേ ആർ ഡിഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ്. Then we can see the reaction. The alcohols can be reacted with HX. You can see the reaction here. Alcohols HX കൂടെ റിയാക്ട് ചെയ്ത് the product is alkyl halide and the byproduct is water. And the water byproduct ആയതുകൊണ്ട് ഫോം ചെയ്യുന്ന വാട്ടറിനെ എല്ലാം സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ സ്പീഡായിട്ട് നടക്കും. അതുകൊണ്ടാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറയുന്നത്. ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന ഏജൻറ്റ്. അപ്പം ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന വാട്ടറിനെ ഫോം ചെയ്യുന്ന മുറയ്ക്ക് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ ഫോർവേഡ് റിയാക്ഷൻ സ്പീഡാകും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്ത വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് തിരിച്ച് ആൽക്കഹോൾ ഫോം ചെയ്തേക്കാം. അപ്പോൾ വാട്ടർ ഫോം ചെയ്യുന്ന അപ്പോൾ വാട്ടറിനെ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് ഒഴിവാക്കാം. ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നത് ഒഴിവാക്കാം. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈൽഡ് കുറയും അല്ലേ? ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്ന മുഴുവൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് തിരിച്ച് ആൽക്കഹോളായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോം ചെയ്ത ആൽക്കൈൽ ഹാലൈഡിൻ്റെ എമൗണ്ട് കുറയും. അപ്പം അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ഫോം ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഹൈഡ്രോളിസിസ് നടക്കാൻ സമ്മതിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്സ് ലൈക്ക് സിങ്ക് ക്ലോറൈഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എക്സെട്ര. The reaction of HCl requires the presence of anhydrous zinc chloride. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് HCl ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുന്ന റിയാക്ഷൻ ഏതാണ്? ആൽക്കഹോൾ ഹാലജൻ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നു അല്ലേ? അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാലജൻ ആസിഡ് എന്ന് പറയുന്നത് HCl ആണെങ്കിൽ ഈ റിക്വയർസ് ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. അവിടെ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസ് നെസസറിയാണ്. എന്താണ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെ ഇമ്പോർട്ടൻസിലെ റോൾ എന്താണ്? it acts as the dehydrating agent അല്ലേ? അപ്പോൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് എന്ന് തന്നെ പറയണം. കാരണം സിങ്ക് ക്ലോറൈഡിന് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആകാൻ പറ്റില്ല. അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിനാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിനാണ് വാട്ടറിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ HCl ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാലജൻ ആസിഡ് എങ്കിൽ വി ഷുഡ് യൂസ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. ദെൻ HBr ആൻഡ് HAR ആണ് നമ്മുടെ ഹാലജൻ ആസിഡ് എങ്കിൽ വി ക്യാൻ പ്രിപ്പയർ ഇറ്റ് ഇൻ സിറ്റു. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് HBr അല്ലെങ്കിൽ HI നമ്മൾ ആസിഡ് ചൂസ് ചെയ്യേണ്ട, പകരം എന്ത് ചെയ്യുക? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയേജൻസ് നമ്മൾ ആഡ് ചെയ്യുക. ദെൻ മീഡിയത്തിൽ തന്നെ ആ റിയേജൻ്റ് അവിടെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ HBr ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ വി ഹാവ് ടു പ്രിപ്പയർ ആൽക്കൈൽ ബ്രോമൈഡ് ആണ് ആൽക്കഹോളിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം? ആൽക്കഹോളിനെ HBr ആയിട്ട് റിയാക്ട് ചെയ്യണം. പക്ഷേ HBr ആസച്ച് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പകരം ഒരു റിയേജൻറ്റ് യൂസ് ചെയ്യുന്നു. NaBr പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നു. സോ NaBr പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് HBr പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് HBr റിയാക്ട്സ് വിത്ത് ആൽക്കഹോൾ ആൻഡ് വി വിൽ ഗെറ്റ് ആൽക്കൈൽ ഹാലൈഡ്. അപ്പം ആൽക്കഹോൾ HBr ആയിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ HBr അല്ല ആഡ് ചെയ്യുക, പകരം എന്താണ്? NaBr പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് ആഡ് ചെയ്യുക. ദാറ്റ് വിൽ ബി ദ റിയേജൻറ്റ്. ആൻഡ് NaBr ആൻഡ് സോഡിയം ബ്രോമൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അവർ തമ്മിൽ റിയാക്ട് ചെയ്ത് റിയാക്ഷൻ മീഡിയത്തിൽ വെച്ച് തന്നെ അവർ HBr പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് HBr വിൽ റിയാക്ട് വിത്ത് അവർ ആൽക്കഹോൾ ആൻഡ് വി വിൽ ഗെറ്റ് ആൽക്കൈൽ ബ്രോമൈഡ്. ആൻഡ് HI ആണ് നമ്മുടെ റിയേജൻ്റ് എങ്കിൽ വി ഹാവ് ടു പ്രൊഡ്യൂസ് ആൽക്കൈൽ അയഡൈഡ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആൽക്കഹോളിനെ HIയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൽക്കഹോളും HIയുമായിട്ട് റിയാക്ട് ചെയ്യിക്കണം അല്ലേ? പക്ഷേ HI അല്ല നമ്മൾ ആഡ് ചെയ്യുന്ന, പകരം പൊട്ടാസ്യം അയഡൈഡ് പ്ലസ് 95% H3PO4 ആണ്.
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, പൊട്ടാസ്യം അയഡൈഡ് KAയും H3PO4 കൂടെ റിയാക്ട് ചെയ്ത് അവിടെ മീഡിയത്തിൽ വെച്ച് തന്നെ HA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദിസ് HA എന്ത് ചെയ്യുന്നു, നമ്മുടെ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ HBr ആൻഡ് HA ആണ് നമ്മുടെ റിയേജൻ്റ് എങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവരെല്ലാം യൂസ് ചെയ്യുക. പകരം എന്താണ്, പകരം അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിയേജൻറ്റ് യൂസ് ചെയ്യുന്നു. ദിസ് റിയേജൻറ്റ് വിൽ റിയാക്ട് വിത്ത് അവർ ആൽക്കഹോൾ ആൻഡ് വിൽ ഗെറ്റ് ദ ഫൈനൽ പ്രോഡക്റ്റ്. അതിൻ്റെ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഥനോൾ HCl-യുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആരോയുടെ മുകളിൽ കാണാം, അൺഹൈഡ്രസ് സിംഗ്ലോറൈഡ് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു HCl ആണ് അൺഹൈഡ്രസ് സിംഗ്ലോറൈഡ് നിർബന്ധമാണെന്ന് പറഞ്ഞു അല്ലേ. ആൻഡ് വി ഗോട്ട് എന്താണ്, ക്ലോറോ ഈഥേൻ, ഒരു ക്ലോറോ ആൽക്കൈൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ 1 പ്രൊപ്പനോൾ പ്ലസ് HBr ആയിട്ട് റിയാക്ട് ചെയ്തു. പക്ഷേ ആരോയുടെ മുകളിൽ കാണാം, ഏത് റിയേജൻ്റാണ് നമ്മൾ യൂസ് ചെയ്ത്, HBr അല്ല യൂസ് ചെയ്ത്, പകരം NaBr പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് റിയേജൻ്റ്. ആൻഡ് NaBr പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ റിയാക്ട് ചെയ്ത് HBr പ്രൊഡ്യൂസ് ചെയ്തു. ആ HBr നമ്മുടെ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്തു. ദെൻ ഫൈനൽ പ്രോഡക്റ്റ് 1 ബ്രോമോ പ്രൊപ്പൈൻ കിട്ടി. ഓക്കെ, സോ ആൽക്കഹോള് ഹാലജൻ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് കറസ്പോണ്ടിങ് alkyl halide കിട്ടുന്നു. And in the same way, reaction with HI, what is the reagent we have to use? Potassium iodide plus 95% phosphoric acid. Okay, so 2-propanol reacts with HA to give 2-iodopropane. പക്ഷേ നമ്മൾ HA അല്ല യൂസ് ചെയ്യുന്നത്, പകരം എന്താണ്, we heat 2-propanol with potassium iodide plus 95% phosphoric acid. Then potassium iodide plus 95% phosphoric acid reacts to give HA, and then this HA will react with propanol to give 2-iodopropane. അപ്പോൾ HA ആണ് നമുക്ക് റിയാക്ട് ചെയ്യേണ്ട റിയേജൻ്റ് എങ്കിൽ ദെൻ ഏതാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പൊട്ടാസ്യം അയഡൈഡ് പ്ലസ് 95% ഫോസ്ഫോറിക് ആസിഡാണ് ആൽക്കഹോളിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ദെൻ ആ മീഡിയത്തിൽ എന്തുണ്ടാവുന്നു, HA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഈ HA ആണ് നമ്മുടെ പ്രൊപ്പനോളുമായിട്ട് റിയാക്ട് ചെയ്ത് കറസ്പോണ്ടിങ് അയഡോപ്രൊപ്പൈൻ ഫോം ചെയ്യുന്നത്. That for a given HX, the reactivity of ROH is in the order primary less than secondary less than tertiary. കുറേ ആൽക്കഹോൾസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ അല്ലേ. ദെൻ ആൽക്കഹോൾസ് ഹാലജൻ ആസിഡ്സുമായിട്ടുള്ള റിയാക്ഷനാണ് പറഞ്ഞത്. പക്ഷേ പ്രൈമറിയും സെക്കൻഡറിയും ടെർഷ്യറിയും ഒരേപോലെയല്ല ഹാലജൻ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ദ റിയാക്ടിവിറ്റി ഓർഡർ ഈസ് ഗിവൺ. പ്രൈമറിക്ക് റിയാക്ടിവിറ്റി വളരെ കുറവാണ്, വളരെ സ്ലോ ആയിട്ടാണ് ഹാലജൻ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. ടെർഷ്യറി വളരെ ഫാസ്റ്റായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള പ്രൈമറിയേക്കാളും സെക്കൻഡറിയേക്കാളും കൂടുതലായിട്ട് സ്പീഡിൽ ടെർഷ്യറി ആൽക്കഹോൾസ് ഹാലജൻ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യും. ദസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ് റിയാക്ഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം, ജനറലി റിക്വയർ ഹീറ്റിംഗ്. പ്രൈമറിയും സെക്കൻഡറിയും ഹാലജൻ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലൊന്നും റിയാക്ഷൻ നടക്കത്തില്ല, പകരം എന്ത് വേണം, ചിലപ്പോൾ ഹീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ടെർഷ്യറി ആൽക്കഹോൾസിൻ്റെ കാര്യം, അതായത് റൂം ടെമ്പറേച്ചറിൽ പോലും അവർ ഹാലജൻ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ആൽക്കഹോൾസ് എടുക്കുമ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന 3 തരം ആൽക്കഹോൾസ് എടുക്കുമ്പോൾ 3 പേരും ഒരേപോലെയല്ല ഹാലജൻ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ടെർഷ്യറി ആൽക്കഹോൾസ് നോർമൽ ടെമ്പറേച്ചറിൽ പോലും സാധാരണ രീതിയിൽ റിയാക്ഷൻ തരും, ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. പക്ഷേ പ്രൈമറി ആൻഡ് സെക്കൻഡറി റിയാക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അവരെ ചിലപ്പോൾ ഹീറ്റ് ചെയ്യേണ്ടി വരും. സോ റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറയുന്നത് പ്രൈമറി ലെസ് ദാൻ, സെക്കൻഡറി ലെസ് ദാൻ, ടെർഷ്യറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഈ ഒരു റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് വി ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസ്. ആൻഡ് ദിസ് ടെസ്റ്റ് ഈസ് കോൾഡ് എ ലൂക്കാസ് ടെസ്റ്റ്. സോ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. സോ ബേസിസ് ഓഫ് ദ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ് HXുമായിട്ടുള്ള റിയാക്ടിവിറ്റി ഡിഫറെൻറ്റ് ആണ് അല്ലേ. 3 രീതിയിലാണ് 3 പേരും പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസ് റിയാക്ട് ചെയ്യുന്നത്. സോ അതിനെ ബേസ് ചെയ്ത് വി ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ്, ആൻഡ് ദ ടെസ്റ്റ് ഈസ് കോൾഡ് ലൂക്കാസ് ടെസ്റ്റ്. Then what is Lucas test? So Lucas test is used for the distinction between primary, secondary and tertiary alcohols. Lucas test consists of treating the alcohols with the Lucas reagent. Lucas reagentുമായിട്ട് ആൽക്കഹോളിനെ ട്രീറ്റ് ചെയ്യുന്നു. ആൻഡ് ലൂക്കാസ് റിയേജൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, കോൺസെൻട്രേറ്റ് HCl പ്ലസ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആണ്. സോ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൽക്കഹോളിനെ, നമ്മൾ ഏത് ആൽക്കഹോളാണോ എടുക്കുന്നത് ആ കറസ്പോണ്ടിങ് ആൽക്കഹോളിനെ ലൂക്കാസ് റിയേജൻറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് HCl പ്ലസ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അറ്റ് റൂം ടെമ്പറേച്ചർ.
അത് പ്രത്യേകം പറയണം. റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ലൂക്കാസ് ടെസ്റ്റ് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചറിൽ ലൂക്കാസ് റിയേജൻറ്റുമായിട്ട് ആൽക്കഹോളിനെ റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പോൾ ലൂക്കാസ് റിയേജൻറ്റ് എന്താണെന്ന് പ്രത്യേകം അവിടെ എഴുതണം. എക്സാം ചോദിക്കുന്ന സമയത്ത് ലൂക്കാസ് റിയേജൻറ്റ് എഴുതിയാൽ പോരാ, അതെന്താണെന്ന് എഴുതണം. ലൂക്കാസ് റിയേജൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് അൺഹൈഡ്രസ് zinc chloride. So what is Lucas test? In Lucas test we treat alcohol with the Lucas reagent, that is anhydrous zinc chloride and concentrated HCl at room temperature. അത് പ്രത്യേകം പറയണം. റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. ദെൻ നമ്മളിപ്പോൾ അറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറയുന്നത് പ്രൈമറി ലെസ് ദാൻ, സെക്കൻഡറി ലെസ് ദാൻ, ടേഴ്സറി ആണ്. അപ്പം പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും ടേഴ്സറി ആൽക്കഹോളും ലൂക്കാസ് റിയേജൻറ്റിനോട് ഒരേപോലെ ആയിരിക്കില്ല റിയാക്ട് ചെയ്യുക. ദെൻ അതെങ്ങനെയാണ്? ദ ടൈം റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ ആൽക്കൈൽ ഹാലൈഡ് ഇൻസൊല്യൂബിൾ ആണ്. അപ്പോൾ നമുക്ക് പ്രിസിപ്പിറ്റേറ്റ് കാണാം. സോ ദ ഫോർമേഷൻ ഓഫ് ഇൻസൊല്യൂബിൾ ആൽക്കഹോൾ എന്ന് പറയുന്നത്, അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 3 പേർക്കും 3 തരത്തിലായിരിക്കും. ഒരാൾ വേഗം തരും, മറ്റേ ആൾ പതുക്കെ തരും, മൂന്നാമത്തെ ആൾ ഒട്ടും തരില്ല. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് ദിസ് വി ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ. ദ ടൈം റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ ഇൻസൊല്യൂബിൾ ആൽക്കൈൽ ഹാലൈഡ് വിച്ച് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അപ്പിയറൻസ് ഓഫ് ടർബിഡിറ്റി in the above reaction will be different for the 3 types of alcohol. 3 പേരും ആ റിയാക്ഷൻ തരാനുള്ള സമയം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. ദെൻ ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്തോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? നമുക്കറിയാം ആൽക്കഹോൾ ഹാലൈഡ് ഒരു ഇൻസൊല്യൂബിൾ ആൽക്കൈൽ ഹാലൈഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻസൊല്യൂബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടർബിഡിറ്റി കാണാം അല്ലേ? അപ്പം ടർബിഡിറ്റി കാണുന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? അവിടെ ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്തു എന്നാണ്. അപ്പോൾ ടർബിഡിറ്റി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മുടെ റിയാക്ഷൻ നടന്നു എന്നാണ്. ഇനി ടർബിഡിറ്റി കാണാനുള്ള സമയം എന്ന് പറയുന്നതാണ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദ ടൈം റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ ടർബിഡിറ്റി ഇൻ ദ എബോവ് റിയാക്ഷൻ വിൽ ബി ഡിഫറെൻറ്റ് ഫോർ 3 ടൈപ്സ് ഓഫ് ആൽക്കഹോൾ. A tertiary alcohol produces the turbidity immediately. Tertiary alcohol ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് turbidity കിട്ടും. And secondary alcohol produces turbidity only in about 5 minutes. Secondary alcohol കുറച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് turbidity തരിക. Primary alcohol does not produce any turbidity at all since it does not react with the Lucas reagent at room temperature. നമ്മൾ റൂം ടെമ്പറേച്ചർ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രൈമറി ആൽക്കഹോൾ ചിലപ്പോൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് റിയാക്ഷൻ തരും, പക്ഷേ റൂം ടെമ്പറേച്ചറിൽ പ്രൈമറി ആൽക്കഹോൾ ലൂക്കാസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് എന്താണ്, റൂം ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ പ്രൈമറി ആൽക്കഹോൾ എത്ര നേരം വെച്ചാൽ നമുക്ക് ടർബിഡിറ്റി തരുന്നില്ല. കാരണം എന്താണ്? പ്രൈമറി ആൽക്കഹോൾ നമുക്ക് പ്രോഡക്റ്റ് തരണമെങ്കിൽ കുറച്ച് നേരം ഹീറ്റ് ചെയ്യണം, പക്ഷെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടില്ല, റൂം ടെമ്പറേച്ചറിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. സോ ബൈ യൂസിങ് ദിസ് ലൂക്കാസ് റിയേജൻറ്റ് വി ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് primary, secondary and tertiary alcohol according to the time for the appearance of the turbidity. Then tertiary alcohol produces the turbidity immediately, secondary alcohol produces turbidity only in about 5 minutes, and tertiary alcohol does not produce any turbidity at all. So then what is Lucas test? Lucas test എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ alcohol is treated with the Lucas reagent which is concentrated HCl plus anhydrous zinc chloride at room temperature. Room temperature എന്ന് പറയാൻ വിട്ടുപോകരുത്. Then if the alcohol produces turbidity immediately, then the alcohol is tertiary alcohol. If it produces turbidity in about 5 minutes, it is secondary alcohol. If it does not produce any turbidity at all at room temperature, then it is a primary alcohol. Then it's an example, and it's a tertiary alcohol. It reacts with HCl at room temperature anhydrous zinc chloride. HCl plus anhydrous zinc chloride എന്ന് പറയുന്നതാണ് ഗ്ലൂക്കാസ് റിയേജൻറ്റ്. റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ദെൻ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി കിട്ടിയിരിക്കുന്നു, പെട്ടെന്ന് തന്നെ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്തിട്ടുണ്ട്. സോ ടെർഷ്യറി ആൽക്കഹോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ടർബിഡിറ്റി തരുന്നു. ദെൻ അടുത്ത സെക്കൻഡറി ആൽക്കഹോൾ ആണ് HCl. റൂം ടെമ്പറേച്ചറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു വിത്ത് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് zinc chloride. ദെൻ വി ഗോട്ട് ദ corresponding alkyl halide, but turbidity only in about 5 minutes. So secondary alcohol produces turbidity only in about 5.
And the case of primary alcohol, it reacts with the Lucas reagent at room temperature in presence of anhydrous zinc chloride. There is no reaction at room temperature. Room temperature reaction നടക്കുന്നില്ല. The primary alcohol does not produce any turbidity at all since it does not react with the Lucas reagent at room temperature. So by using this Lucas test, we can distinguish primary, secondary and tertiary alcohols according to the time required for the appearance of turbidity.